ഒരു പ്രത്യേക വികാരമാണ്. സന്തോഷവും സങ്കടവും ദേഷ്യവും വിഷമവും ഉണർവും ഉറക്കവും സ്നേഹവും എല്ലാം ഒരേപോലെ പ്രകടമാക്കാൻ കഴിയുന്ന നിമിഷം. മഴയുടെ ശക്തിയും ഇരുണ്ടുമൂടിയ കോപത്തോടെ നിൽക്കുന്ന കാർമേഘങ്ങളുടെ ഇടയിലൂടെ കടന്നു വരുന്ന ഇടിയുടെ ശബ്ദവും മിന്നലിന്റെ ഒളിച്ചു കളിക്കുന്ന വെളിച്ചവും കണ്ടും കേട്ടും ആസ്വദിക്കാനും ഇളം കാറ്റിൽ പച്ച മരങ്ങളുടെ തളിർത്ത ഇലകൾ സന്തോഷത്തോടെ ആർത്തുല്ലസിക്കുന്നതിന്റെ ഭംഗി എത്ര കണ്ടാലും മതിവരില്ല. സൂര്യന്റെ വെളിച്ചം മറയ്ക്കാൻ കാർമേഘത്തിന്റെയും മഴയുടെയും ശക്തമായ പരിശ്രമത്തിനിടയിൽ കാറ്റിന്റെ തണുപ്പ് മറയ്ക്കാൻ കടുപ്പമുള്ള ഒരു ചായയും. ഏതോ സിനിമയിൽ ദുൽഖർ പറഞ്ഞ പോലെ ചായ മഴ ജോൺസൺ മാഷ്. ആഹാ അന്തസ്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ഇന്ന് വരും നാളെ വരും വേനൽ മഴയെന്നോർത്ത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. വേനൽ മഴ കൂടാതെ ന്യൂനമർദ്ദം വഴി മഴ വരുമെന്ന് കാലാവസ്ഥാ പ്രവചനം 2 ദിവസം മുമ്പ് വായിച്ചതേ ഉള്ളൂ. എന്നിട്ടും മഴ മാത്രം വന്നില്ല. ചൂടിൽ നിന്നും ആശ്വാസമാകാൻ ഫാനിനും കഴിയുന്നില്ല. ഫാനിൽ നിന്നും ഉഷ്ണമാണ് പെയ്തിറങ്ങുന്നതെന്ന് തോന്നി. എന്നാൽ ചൂടിന് ആശ്വാസമെന്നോണം മഴ കേരളത്തിൽ പെയ്തിറങ്ങി. കുറച്ചധികം ദിവസങ്ങളായി കേരളം അനുഭവിക്കുന്ന ചൂടിന് ആശ്വാസമായി. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇന്ന് മഴ പെയ്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലായി കനത്ത മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മെയ് 23, 24 തീയതികളിലായി റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ട് ആയിരിക്കും. ഇന്ന് വരെ പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലെ ലാഹയിലാണ്. ആകെ 130 മില്ലിമീറ്റർ മഴ ലഭിച്ച ഇവിടെ ഇന്നു മാത്രം 2.5 മണിക്കൂറിൽ 121 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കേരള തീരത്തുനിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ ആകെ പെയ്ത മഴയുടെ കണക്കുകളിൽ ഏറ്റവും അധികം മഴ ലഭിച്ച രണ്ടാമത്തെ സ്ഥലം കുന്നമംഗലമാണ്. 116 മില്ലിമീറ്ററാണ് ഇവിടെ പെയ്ത മഴ. പൊന്മുടിയിൽ 97 മില്ലിമീറ്ററും മംഗലം ഡാമിൽ 74 മില്ലിമീറ്ററും മഴ ലഭിച്ചപ്പോൾ തൊടുപുഴയിലും കോന്നിയിലും 71 മില്ലിമീറ്റർ വീതം മഴ ലഭിച്ചു. ഇന്ന് മാത്രം പെയ്ത മഴയുടെ കണക്കുകൾ പ്രകാരം പാലക്കാട്, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ മഴ പെയ്തത്. പാലക്കാട് മംഗളം ഡാമിൽ 75 മിനിറ്റിൽ 72 മില്ലിമീറ്റർ മഴയും കോഴിക്കോട് കുന്നമംഗലത്ത് 75 മിനിറ്റിൽ 93 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും വിനോദസഞ്ചാരം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ രാത്രി ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശമനുസരണം മാറി താമസിക്കണമെന്നും അറിയിച്ചിട്ടുള്ളത്.